ബലാത്സംഗ കേസിൽ യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് കൃത്യമായ ഒരു ധാരണയുമില്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പോലീസ് ഓരോ സ്ഥലത്തും എത്തുമ്പോഴേക്കും അവിടെ നിന്നെല്ലാം മുങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ 9ാമത്തെ ദിവസവും രാഹുൽ കാണാമറയത്ത് തുടരുകയാണ്. അതേ രാഹുൽ ഇന്നലെ ഒരു പകൽ മുഴുവനുമാണ് പോലീസിനെ വട്ടം കറക്കിയത്. കാസർകോട്ടെ ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ കീഴടങ്ങുമെന്ന ഒരു അഭ്യൂഹത്തിന് പിന്നാലെ പോലീസ് കാത്തുകെട്ടിക്കിടന്നത് ഒരു പകൽ മുഴുവനുമായിരുന്നു. കൂട്ടിന് മാധ്യമ പ്രവർത്തകരും പൊതുച്ചോറുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തി. പക്ഷേ കിം ഫലം? രാഹുൽ എത്തിയില്ല. കാത്തിരുന്നവരെയെല്ലാം മണ്ടന്മാരാക്കി രാഹുൽ മറ്റെങ്ങോ മറഞ്ഞു. ഒന്നും നടക്കാത്ത ഇച്ഛാഭംഗത്തോടെ പോലീസും മാധ്യമങ്ങളും വെറും കൈയോടെയും ഡിവൈഎഫ്ഐക്കാർ പൊതുച്ചോറുമായും മടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലാണ് ഒളിവിൽ കഴിയുന്നത് എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. വയനാട് കർണാടക അതിർത്തിയിൽ രാഹുൽ ഉണ്ടെന്ന വിവരം ലഭിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രാവിലെ അങ്ങോട്ട് നീങ്ങിയിരുന്നു. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ ഉത്തരവും വന്നു. ഇതോടെ രാഹുൽ കീഴടങ്ങുമെന്ന അഭ്യൂഹം പരന്നു. കർണാടകയോട് അടുത്ത പ്രദേശം എന്ന നിലയിൽ കാഞ്ഞങ്ങാട് കീഴടങ്ങുമെന്നായിരുന്നു നിഗമനം. ഒരുപക്ഷെ വയനാട് കീഴടങ്ങിയേക്കുമെന്നും അഭ്യൂഹം പരന്നു. കാഞ്ഞങ്ങാടിന് പ്രാധാന്യം നൽകി ഹോസ്ദുർഗ് കോടതി പരിസരത്ത് വ്യാഴാഴ്ച രാവിലെ മുതൽ രാഹുലിന്റെ വരവും പ്രതീക്ഷിച്ച് പോലീസ് നിലയുറപ്പിച്ചു. മാധ്യമങ്ങളും എത്തിയതോടെ രാഹുൽ ഹോസ്ദുർഗിൽ തന്നെ കീഴടങ്ങുമെന്ന പ്രതീതി ജനിച്ചു. ജനങ്ങളും തിങ്ങിയെത്തി. രാഹുലിനെ പട്ടിണി കിടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ പൊതുച്ചോറുമായും എത്തി. സുള്ളിയ വഴിയോ പാണത്തൂർ വഴിയോ രാഹുൽ എത്തുമെന്നായിരുന്നു വാർത്ത. കോടതിയിൽ എത്തും മുമ്പേ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവുമായി പോലീസും പരിശോധന ശക്തമാക്കി. കോടതി പരിസരത്താകെയും പോലീസ് നിറഞ്ഞു. പല സ്ഥലങ്ങളിലും പോലീസ് മഫ്തിയിലും നിലയുറപ്പിച്ചു. കോടതിയുടെ 2 പ്രധാന കവാടങ്ങളിലും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും പോലീസും മാധ്യമപ്പടയും മുഷിഞ്ഞുപോയി. രാത്രി 9 വരെ കാത്തിരുന്നിട്ടും രാഹുൽ മാത്രം എത്തിയില്ല. നിരാശരായി പടകളെല്ലാം മടങ്ങിപ്പോയി. അതിനിടെ രാഹുൽ ഇന്ന് കേരളത്തിലെ കോടതികളിൽ എവിടെയെങ്കിലും കീഴടങ്ങിയേക്കുമെന്നും അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടറിയണം. അതേസമയം രാഹുലിനെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ് സംഘം. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയോ ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങുകയോ ചെയ്യുന്നതിന് മുൻപ് പിടികൂടാനാണ് പോലീസിന്റെ ശ്രമമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാഹുലാകട്ടെ ഹൈക്കോടതിയെ കൂടി ജാമ്യത്തിനായി സമീപിച്ചിരിക്കുകയാണ്. അതിന്റെ വിധി വരും വരെ പിടികൊടുക്കാതിരിക്കാനുള്ള ശ്രമത്തിലുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9 ദിവസമായിട്ടും രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പലതവണ മൊബൈലും കാറും മാറി മാറി ഉപയോഗിച്ചാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത്. രാഹുൽ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും പോലീസിന് കൃത്യമായ ഉത്തരമില്ല. ബംഗളൂരു നഗരത്തിലടക്കം രാഹുൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ പോലീസ് രാഹുൽ ഇപ്പോഴും കർണാടകയിൽ തന്നെയാണ് എന്നാണ് ഉറപ്പിച്ചു കരുതുന്നത്. രാഹുൽ ഉണ്ടെന്ന് സംശയമുള്ള സ്ഥലത്തെല്ലാം പോലീസ് എത്തും മുൻപേ രാഹുൽ കടന്നുകളഞ്ഞു. പോലീസ് എത്തുന്ന കാര്യം രാഹുൽ എങ്ങനെയാണ് മുൻകൂട്ടി അറിയുന്നത് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം 2ാമത്തെ പരാതിക്കാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ഫെനി നൈനാനെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഫെനിയാണ് രാഹുലിന്റെ അടുത്ത് തന്നെ എത്തിച്ചത് എന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി. ഈ കേസ് കൂടിയാകുന്നതോടെ രാഹുലിനെതിരായ കുരുക്ക് കൂടുതൽ മുറുകും. യുവതിയെ അറിയില്ല എന്നും കള്ളം പറയുന്നതാണ് എന്നും ഫെനി പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് വ്യക്തമല്ല. 2ാമത്തെ എഫ്ഐആർ കൂടി ഹാജരാക്കിയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ തിരുവനന്തപുരം കോടതിയിൽ പ്രോസിക്യൂഷൻ വാദമുഖങ്ങൾ നിരത്തിയത്. ഇതും രാഹുലിനെ സ്ഥിരം ലൈംഗിക കുറ്റവാളി എന്ന വിശേഷണത്തോടെ ജാമ്യം തള്ളാൻ കാരണമായി. അതിനിടെ രാഹുലിനെ സംരക്ഷിക്കുന്നത് താനാണ് എന്ന ആക്ഷേപത്തിന് മറുപടിയുമായി ഷാഫി പറമ്പിലും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്ത ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നും താൻ പാർട്ടി നിലപാടിനൊപ്പമാണ് എന്നുമാണ് ഷാഫി പറഞ്ഞിരിക്കുന്നത്.